ഹലോ എവരിവൺ, വെൽക്കം ടു ലേൺ ടു വിൻ. ഇന്ന് നമ്മൾ ട്രിഗ്നോമെട്രിയിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് നോക്കുന്നത്. അതെന്ന് പറയുന്നത് ബേസിക് ഫങ്ഷൻസ് ആയ സൈൻ, കോസ്, ടാൻ എക്സെട്ര ഇവയുടെ ഗ്രാഫും അവയുടെ ക്വാഡ്രൻസും അതുപോലെ തന്നെ വേരിയസ് ആംഗിൾസിലുള്ള ഈ ഫങ്ഷൻസിൻ്റെ വാല്യൂസുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഓരോ ആംഗിൾസിൻ്റെയും ഈ ഫങ്ഷൻസിൻ്റെ വാല്യൂസ് നോക്കാം. അതിന് മുമ്പ് ഫസ്റ്റായിട്ട് നമുക്ക് 0 0 π/6 30, π/4 45, π/3 60, π/2 90, π/180. ഓക്കെ, സൈൻ 0 എന്ന് പറഞ്ഞാൽ 0, സൈൻ π/6 1/2, സൈൻ 45 1/√2, സൈൻ 60 √3/2, സൈൻ 90 1, സൈൻ പൈ 0. ഓക്കെ, ഇനി കോസ് എന്ന് പറയുന്നത് സൈൻ 90 ആണെങ്കിൽ 1 അല്ലേ, അപ്പോൾ കോസ് 0 ആണ് 1, നേരെ റിവേഴ്സ് ആണ്. അപ്പോൾ കോസ് 0 എന്തോ 1, കോസ് 30 √3/2, കോസ് 45 1/√2, കോസ് 60 1/2, കോസ് 90 0, കോസ് 180 -1. കോസ് 180 എത്ര? -1. അടുത്ത ടാൻ. ടാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ്, ടാൻ ഈസ് ഈക്വൽ ടു സൈൻ ബൈ കോസ്. അപ്പോൾ ഇപ്പോൾ ടാൻ 0 എത്ര ആയിരിക്കും? 0/1 എത്ര? 0. ടാൻ 30 1/√3, ടാൻ 45 1, ടാൻ 60 √3, ടാൻ 90 നോ ഡിഫൈൻ. ഓക്കെ, സൈൻ 1 കോസ് 0, അപ്പോൾ 1/0 ദാറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ടാൻ 180 0. നമുക്ക് ബാക്കിയുള്ള 270 3π/2 എന്ന് വെച്ചാൽ 270 ആണ്, 2/3 അതിൻ്റെ ഒന്നും വാല്യൂസ് നമ്മൾ ലേൺ ചെയ്യേണ്ട കാര്യം ഇല്ല, ബാക്കിയൊക്കെ നമ്മൾ ലേൺ ചെയ്യാൻ വേണം. ഓക്കെ, നെക്സ്റ്റ് ഫങ്ഷൻ ഏതാ? കോട്ട. കോട്ട എന്ന് വെച്ചാൽ എന്താ? 1/10. നമുക്കൊരു എക്സാമ്പിളായിട്ട് ടാൻ 30 എത്ര? 1/√3. അപ്പോൾ കോട്ട് 30 എത്ര ആയിരിക്കും? 1/1/√3. അപ്പോൾ ആൻസർ എത്ര? √3. അത് നമുക്ക് ടാൻ അറിയാമെങ്കിൽ കോട്ട് അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. അതുപോലെ സൈൻ, സൈനിൻ്റെ റെസിപ്രോക്കൽ ഏതാണ്? കൊസീക്ക്. അപ്പോൾ എക്സാമ്പിളായിട്ട് സൈൻ 30 1/2, അപ്പോൾ കൊസീക്ക് 30 എത്ര ആയിരിക്കും? 1/1/2 2. ഇനി സീക്ക്, സീക്ക് എന്ന് വെച്ചാൽ 1/കോസ്. കോസ് 30 എത്ര? √3/2. അപ്പം സീക്ക് 30 എത്ര ആയിരിക്കും? 1/√3/2 ദാറ്റ് ഈസ് 2/√3. മനസ്സിലായോ? അപ്പം ഇത്രയാണ് ഓരോ ഫങ്ഷൻസിൻ്റെയും ഡിഫറെൻ്റ് ആംഗിൾസിലുള്ള വാല്യൂസ്. നന്നായിട്ട് നിങ്ങൾ അത് നോക്കി പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഓരോ ഫങ്ഷൻസിൻ്റെയും ഗ്രാഫ് നോക്കാം. ഫസ്റ്റ് സൈൻ എക്സ് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഗ്രാഫ് നന്നായിട്ട് നോക്കി. 0 to π/2 വരെ ഇറ്റ് ഇൻക്രീസസ് ഫ്രം 0 to 1. π/2 to π വരെ ഇറ്റ് ഡിക്രീസസ് ഫ്രം 1 to 0. അപ്പോൾ ഒരു പോസിറ്റീവ് സൈക്കിൾ കിട്ടി. ദെൻ പൈ ടു 3π/2 വരെ ഇറ്റ് ഡിക്രീസസ് ഫ്രം 0 to -1. ദെൻ 3π/2 to 2π വരെ ഇറ്റ് ഇൻക്രീസസ് ഫ്രം -1 to 0. അപ്പോൾ അതിൻ്റെ മാക്സിമം വാല്യൂ 1ഉം മിനിമം വാല്യൂ -1ഉം ആയിരിക്കും. ഓക്കെ, ഇതിനെ റിപ്പീറ്റ് ചെയ്തായിരിക്കും അടുത്ത ഓരോ റേഞ്ചസിൽ ഇത് പോകുന്നത്. ഇനി നെക്സ്റ്റ് കോസെക്സിൻ്റെ കേസ് നോക്കേ. കോസെക്സ് എന്ന് വെച്ചാൽ സൈനിനെ ഒരു π/2 ലീഡാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 0യിലായിരിക്കും മാക്സിമം ആയിട്ടുള്ള 1 വരുന്നത്. ഓക്കെ, അപ്പോൾ 0 to π/2 വരെ ഇറ്റ് ഡിക്രീസസ് ഫ്രം 1 to 0. π/2 to π വരെ ഇറ്റ് ഡിക്രീസസ് ഫ്രം 0 to -1. ദെൻ പൈ ടു 3π/2 വരെ ഇറ്റ് ഇൻക്രീസസ് ഫ്രം -1 to 0. 3π/2 2π വരെ ഇറ്റ് ഇൻക്രീസസ് ഫ്രം 0 to 1. അപ്പോൾ അത്രയാണ് ആ ഗ്രാഫ്. അടുത്ത ആ ഒരു ഇൻ്റർവെല്ലിൽ അതെന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്ത് പോകും. കോസിൻ്റെ മാക്സിമം ആൻഡ് മിനിമം വാല്യൂ എന്ന് വെച്ചാൽ 1 and -1 റെസ്പെക്റ്റീവ്ലി. ഓക്കെ, നെക്സ്റ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് ടാൻ എക്സും കോട്ടെക്സും. അപ്പോൾ ടാൻ എക്സ് നോക്കാം. 0 to π/2 വരെ ഇറ്റ് ഇൻക്രീസസ് ഫ്രം 0 to ഇൻഫിനിറ്റി. π/2 to π വരെ ഇറ്റ് ഇൻക്രീസസ് ഫ്രം -∞ to 0. പൈ ടു 3π/2 വരെ ഇറ്റ് ഇൻക്രീസസ് ഫ്രം 0 to ഇൻഫിനിറ്റി. അപ്പോൾ ഇവിടുത്തെ റേഞ്ച് എന്ന് വെച്ചാൽ -∞ to ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ഇനി കോട്ടെക്സിൻ്റെ കേസ് നോക്കേ.
കോർട്ടെക്സ് എന്ന് വെച്ചാൽ 0 to π/2 വരെ എന്താ ചെയ്യുന്നത്? ഇറ്റ് ഡിക്രീസസ് ഫ്രം ഇൻഫിനിറ്റി ടു 0. π/2 to π വരെ ഇറ്റ് ഡിക്രീസസ് ഫ്രം 0 to -infinity. π to 3π/2 വരെ ഇറ്റ് ഡിക്രീസസ് ഫ്രം ഇൻഫിനിറ്റി ടു 0. 3π/2 2π വരെ ഇറ്റ് ഡിക്രീസസ് ഫ്രം 0 to -infinity. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ -infinity to infinity ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സീക്ക് എക്സും കൊസീക്ക് എക്സും. സീക്ക് എക്സ് എന്ന് വെച്ചാൽ നോക്കേ 0 to π/2 വരെ ഇറ്റ് ഇൻക്രീസസ് ഫ്രം 1 to infinity. ഇവിടെ 1ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത π/2 to π വരെ ഇറ്റ് ഇൻക്രീസസ് ഫ്രം -infinity to -1. 0യ്ക്ക് വാല്യൂ ഇല്ല. π to 3π/2 വരെ അതെന്തുവാ? ഡിക്രീസസ് ഫ്രം -1 to -infinity. 3π/2 2π വരെ ഇറ്റ് ഡിക്രീസസ് ഫ്രം ഇൻഫിനിറ്റി ടു 1. അപ്പോൾ ഇവിടെ 0യ്ക്ക് വാല്യൂ ഇല്ല. ഓക്കെ, മനസ്സിലായോ? 0യുടെ അവിടെ വാല്യൂസ് വരുന്നില്ല. ഈ കൊസീക്ക് എക്സിൻ്റെ കേസ് നോക്കി 0 to π/2 വരെ ഇറ്റ് ഡിക്രീസസ് ഫ്രം ഇൻഫിനിറ്റി ടു 1. അടുത്ത π/2 to π വരെ ഇറ്റ് ഇൻക്രീസസ് ഫ്രം 1 to infinity. π to 3π/2 വരെ ഇറ്റ് ഇൻക്രീസസ് ഫ്രം -infinity to -1. 3π/2 2π വരെ ഡിക്രീസസ് ഫ്രം -1 to -infinity. ഓക്കെ, ഇതാണ് ഗ്രാഫ്. ഓക്കെ, മനസ്സിലായോ? സീക്ക് എക്സിൻ്റെ കൊസീക്ക് എക്സിൻ്റെ അതുപോലെ തന്നെ സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, കോട്ട് എക്സ് ഇതിൻ്റെ എല്ലാം ഗ്രാഫ് മനസ്സിലായല്ലോ. ഓക്കെ, ഒന്നുകൂടെ ജസ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമുക്ക് ഇവയുടെ ക്വാഡ്രൻസ് നോക്കാം. അപ്പം ഫസ്റ്റ് കൺസിഡർ എ സർക്കിൾ. അതിനെ 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പം ഇവിടെ 0, 90, 180, 270, 360. പിന്നെ അതിൻ്റെ 90യുടെ മൾട്ടിപ്പിൾസാണ് ഓരോന്നിലും വരുന്നത്. അപ്പം ബിറ്റ്വീൻ 0 and 90 is first quadrant, 90 and 180 second quadrant, between 180 and 270 third quadrant, between 270 and 360 fourth quadrant. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് അറിയേണ്ട ഓരോ ഫങ്ഷൻസും ഓരോ ക്വാഡ്രൻറ്റിൽ ഏതാണ് പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് എന്ന് അറിയേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഓൾ ഫങ്ഷൻസ് ആർ പോസിറ്റീവ്. സൈനും കോസും ടാനും എല്ലാം പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈനും അതിൻ്റെ റെസിപ്രോക്കലായ കൊസീക്കുമാണ് പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവ്. തേർഡ് ക്വാഡ്രൻറ്റിൽ ടാനും അതിൻ്റെ റെസിപ്രോക്കലായ കോട്ടും പോസിറ്റീവ്. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കോസും അതിൻ്റെ റെസിപ്രോക്കലായ സീക്കുമാണ് പോസിറ്റീവ്. മനസ്സിലായോ? ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഓൾ ആർ പോസിറ്റീവ്സ്, സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ ആൻഡ് കൊസീക്ക്, തേർഡ് ക്വാഡ്രൻറ്റിൽ ടാൻ ആൻഡ് കോട്ട്, ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കോസ് ആൻഡ് സീക്ക്. അപ്പോൾ ഇത് പഠിക്കാൻ ഒരു എളുപ്പമാർഗമുണ്ട്. ഓൾ സിസ്റ്റേഴ്സ് ടേക്ക് കോഫി. ഓൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ എസ് കൺസിഡർ ചെയ്യുക. എസ് ആകുമ്പം സൈൻ അതിൻ്റെ റെസിപ്രോക്കൽ കൊസീക്ക്. അടുത്ത ടേക്ക് ടി ടാൻ അതിൻ്റെ റെസിപ്രോക്കൽ കോട്ട്. സി കോസ് അതിൻ്റെ റെസിപ്രോക്കൽ സീക്ക്. ഇത് സി എന്ന് തന്നെ സി കോസ് എന്ന് തന്നെ ഓർക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഫസ്റ്റ് അതിൻ്റെ ഡിഫറെൻ്റ് ആംഗിൾസിലുള്ള വാല്യൂസ് പഠിച്ചു. അടുത്ത് നെക്സ്റ്റ് ഓരോ ഫങ്ഷൻസിൻ്റെയും ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്തു. ലാസ്റ്റ് നമ്മൾ എന്താ പഠിച്ചേ? ഓരോ ക്വാഡ്രൻസിലുള്ള ഈ ഫങ്ഷൻസിൻ്റെ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നാണ് നോക്കിയത്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. നെക്സ്റ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ക്ലിക്ക് ബെല്ലൈക്കൺ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ഇടുക. Okay, thank you.